Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. കൂടാതെ നമുക്കറിയാം ഇപ്പോൾ ഒരു ന്യൂസായിട്ട് വരുന്നത് ചൈന അമേരിക്ക ട്രേഡ് വാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇനിയിപ്പോൾ അതെങ്ങനെയായിരിക്കും നാളെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാമെന്ന് അറിയില്ല. പൊതുവേ എന്തൊരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവാൻ സാധ്യത. അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ആവുമോ അതോ വീണ്ടും ഫർദറായിട്ട് വീണ്ടും താഴത്തോട്ട് പോകുമോ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പണായാൽ മാത്രമേ നമുക്കറിയുള്ളൂ. പൊതുവായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഇപ്പോൾ കൂടുതൽ ന്യൂസ് ഡ്രീവൺ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്നത്. ട്രംപ് എന്തെങ്കിലും പറയും, അതിനുശേഷം മാർക്കറ്റിങ്ങിന് റിയാക്ട് ചെയ്യും, അതിനുശേഷം ട്രംപ് വേറെ എന്തെങ്കിലും പറയും. ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ മൊത്തമായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് FIAs നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടൊരു ബൈയിങ്ങിലോട്ട് വന്നു. അപ്പോൾ അവരിനി കണ്ടിന്യൂ ചെയ്യുമോ ബൈയിങ് എന്നുള്ളത് നമുക്കറിയില്ല. അവർ വീണ്ടും ബൈയിങ്ങിലോട്ട് വരികയാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു ഫോളൊന്നും വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു ഫോൾ വന്നാൽ തന്നെ ആ ഒരു തന്നെ പെട്ടെന്ന് തന്നെ റിക്കവറി വരാനും സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ആയാലാണ് നമുക്ക് അറിയുള്ളൂ. അതിന് മുമ്പ് നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1-2 സ്റ്റോക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോവാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടോട്ട് പോവാം. നിഫ്റ്റിയുടെ ചാർട്ടോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു 50 EMA ഒക്കെ ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ സ്ട്രെങ്ത്ത് ആയിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ഒരു ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ ഒരു റേഞ്ച്, അതായത് 25,250 എന്നുള്ള റേഞ്ച്. ആ റേഞ്ചിലടക്കം കഴിഞ്ഞ ദിവസം നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ തന്നെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവാണ്. ഈ ഒരു ട്രേഡ് വാറിൻ്റെ പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് മാർക്കറ്റിൽ തിരിച്ചു വന്നൊരു സമയമായിരുന്നു. അപ്പോഴാണ് വീണ്ടും അടുത്തൊരു പ്രശ്നം മാർക്കറ്റിൽ വന്നത്. അതെപ്പോഴും അങ്ങനെയായിരിക്കും, എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം US മാർക്കറ്റൊക്കെ ആണെങ്കിലും നല്ല ഒരു ഓൾ ടൈം ഹൈ എന്നാണ് ഇത്രയും ഡൗൺ വന്നത്. പക്ഷെ നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾ ടൈം ഹൈയിലോട്ട് ഇനിയും നല്ലൊരു എത്രയോ ഉണ്ട്. ഈ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഓൾ ടൈം ഹൈ നിന്ന് നമ്മളിപ്പോഴും ഏകദേശം ഒരു 3-4% അടുത്ത് തന്നെ താഴെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, മറ്റേ വേൾഡ് മാർക്കറ്റിൻ്റെ അത്രയ്ക്ക് ഒരു പെർഫോമൻസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ വേൾഡ് മാർക്കറ്റൊക്കെ താഴത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മേലോട്ട് പോകാൻ, നേരെ ഓപ്പോസിറ്റും സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ റേഞ്ചുകളൊക്കെ നമുക്കൊന്ന് വരഞ്ഞു വെക്കാം. ഇനിയിപ്പോൾ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് മിക്കവാറും ഒരു 50 EMAയിൽ സപ്പോർട്ട് എടുക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ഏകദേശം ഒരു 24,950 എന്നുള്ള റേഞ്ച് ആയിരിക്കും നിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് വരാനുള്ള ഒരു റീസെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരാനുള്ള സാധ്യത. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ടൊന്ന് പോവാം. സ്മോൾ ക്യാപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു 130 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടി. അതുപോലെ 50 EMAയുടെ മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു സപ്പോർട്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട് താഴെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ട്രെൻഡ് ലൈൻ ഒരുപാട് പ്രാവശ്യം സ്മോൾ ക്യാപ്പ് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് കയറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതേ റേഞ്ചിലോട്ട് വന്ന് അവിടെ സപ്പോർട്ട് എടുത്ത് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് വരുന്ന ഈ ബ്ലൂ ലൈനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ചാണ്, ഒരു ബ്ലൂ ലൈനാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് സ്മോൾ ക്യാപ്പിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി ട്രേഡിംഗ് ഒക്കെ തുടങ്ങിയാൽ തന്നെയാണ് അറിയുള്ളൂ. അതുവരെ നമുക്ക് ഈ റേഞ്ചുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ റേഞ്ചുകളൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. കാരണം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൊമെൻറ്റം കിട്ടണമെങ്കിൽ നമ്മുടെ ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നല്ലതായിട്ട് മൂവ് ചെയ്യണം. അതുകൊണ്ടാണ് എപ്പോഴും ഈ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ നമുക്ക് 2-3 സ്റ്റോക്കിലോട്ട് പോവാം. ഒരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, കാരണം മാർക്കറ്റ് നാളേക്ക് വീക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കേണ്ട 2-3 സ്റ്റോക്കുകൾ നോക്കാം. കാരണം ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. കൂടാതെ നമുക്കൊരു ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കിയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ ആയിരുന്നു ബിറ്റ് കോയിനിൽ. ഇപ്പോൾ അതിൻ്റെ നല്ലൊരു മേജർ സപ്പോർട്ട് റേഞ്ചാണ് ഇപ്പോൾ ഞാനിവിടെ വരഞ്ഞിട്ടുണ്ട് ആ ഒരു താഴത്തെ റേഞ്ച്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടെ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് കയറുന്ന പോലെ ഉണ്ട്. നല്ലൊരു ഫോൾ വന്നു. ഏകദേശം ഈ ഒരു ഹൈയിൽ നിന്നിട്ട് ഏകദേശം ഇവിടെ നിന്നാണ് സെല്ലിങ് വന്നത്. ആ ന്യൂസ് വന്നേ പിന്നെ ഈ റേഞ്ചിൽ നിന്നാണ് സെല്ലിങ് വന്നത്. ഏകദേശം ക്രിപ്റ്റോയിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 11% ഒരു ഫോള് വന്നിരുന്നു. അതിന് ശേഷം ഇപ്പോൾ അവിടെ നിന്ന്
ഒരു റിക്കവറി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേ റേഞ്ച് നന്നായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് കയറുകയാണെങ്കിൽ പിന്നെ നമുക്ക് നാളെ എങ്ങനെയായിരിക്കും അറിയില്ല. നാളെ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ എന്തായാലും ഗ്യാപ് ഡൗൺ ആയിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അല്ല അടുത്ത ആഴ്ചയിൽ നമുക്ക് നോക്കാൻ പറ്റിയ 2-3 സ്റ്റോക്കുകൾ നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ ടെക്നിക്കലായിട്ട് ഒരു ചാർട്ടുകൾ അനലൈസ് ചെയ്യും, എന്നിട്ട് അതിന് നല്ല എൻട്രി പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റോക്കിലോട്ട് പോകാം. സ്റ്റോക്കിൻ്റെ പേര് ഇന്ത്യ ഗ്ലൈക്കോൾസ് ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റോക്കിൻ്റെ. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത് 937 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ചാർട്ടിലോട്ട് പോയാൽ ഞാൻ ഇതിൻ്റെ ചാർട്ടിൻ്റെതൊക്കെ ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ഫോൾ വന്നതായിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് ഏകദേശം 1066 സ്റ്റോക്ക് നല്ല രീതിയിൽ താഴത്തോട്ട് ഒരു 800 വരെ സ്റ്റോക്ക് പോയതാണ്. ശേഷം ഇവിടുന്ന് റിക്കവറി ശ്രമിച്ചെങ്കിലും വരാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് അറ്റംപ്റ്റ് നടത്തി. പിന്നെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ താഴത്തോട്ട് വന്ന് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നുണ്ട്. ഏകദേശം ആ ഒരു റേഞ്ച് ഒരുപാട് നാളത്തല്ല, ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ 4 മാസത്തോളം സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ചാർട്ട് പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോട്ടം ഔട്ടായിട്ട് മേലോട്ട് കയറുന്നൊരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസത്തെ ആ ക്യാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് നമുക്കൊരു ഷോർട്ട് ടൈമേക്കൊക്കെ വേണമെങ്കിൽ ഒരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ലൈൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കറണ്ട് മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 937 അപ്പോൾ ഇതേ റേഞ്ചിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നാളെ ഇനി മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഓപ്പൺ ആവാന്ന് അറിയില്ല. നാളെ ഗ്യാപ് ഡൗൺ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ ലൈനിൻ്റെ താഴേക്ക് ആയിരിക്കും ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കണ്ട. അപ്പോൾ നമുക്ക് പിന്നീട് സ്റ്റോക്കുകൾ നോക്കാം. അതല്ല, നമുക്ക് വിചാരിച്ചതിനേക്കാളും നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രികൾ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതേ റേഞ്ചിൽ തന്നെ കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു റേഞ്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. 898 ഞാനതൊരു റെഡിൽ മാർക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ടാർഗറ്റായിട്ട് ഇതിലേക്ക് ഒരു 995 ഞാനത് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു 995 ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. അതായത് 898 സ്റ്റോപ്പ് ലോസ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ കിട്ടണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല, നാളെ മാർക്കറ്റ് താഴെയാണ് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും ഈ 931 എബോ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് എൻട്രി എടുത്താൽ മതി. അതുവരേക്കും സ്റ്റോക്ക് താഴത്തോട്ട് പോകണം, അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക് ഉണ്ട്. 50 MA മുകളിലാണ്. എല്ലാം കൊണ്ടും കുഴപ്പമില്ല, സ്ട്രെങ്ത്ത് വരുന്നൊരു സ്റ്റോക്കായിരുന്നു. നോക്കാം നമുക്ക് നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ഗൂഗിൾ ആഗ്രോ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നടന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റേഞ്ച് ഉണ്ടാവും നല്ലൊരു വോളിയത്തോടെ ഈ റേഞ്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നു. ഇവിടുന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നു. സ്റ്റോക്ക് ഏകദേശം ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും താഴത്തോട്ട് വന്നു. നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് നടന്ന റേഞ്ചിൽ നിന്നൊരു സപ്പോർട്ട് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 50 EMA സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മേലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഈ 50 EMA നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ ഒരു റെഡിൽ മാർക്ക് ചെയ്യാം. ടാർഗറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഉണ്ട്. ഈ റേഞ്ച് വരെ നമ്മൾ പോയതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹൈ വരെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഒരു 425 ടാർഗറ്റ് നമുക്കിതിലേക്ക് നോക്കാവുന്നതാണ്. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 377 അപ്പോൾ നമുക്കിതിലേക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഞാൻ ഈ ഒരു ലൈന് ബ്ലാക്ക് ആക്കും. ഓക്കെ, 377 അപ്പോൾ നമുക്കിതിലേക്ക് എൻട്രി, 359 സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റായിട്ട് 425. നല്ല റിസ്ക് റിവാർഡ് വരുന്ന ഒരു ട്രേഡാണ്. പറഞ്ഞ പോലെ മാർക്കറ്റ് വീക്കാണെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. കാരണം ഇത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 2 പോസിബിലിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എടുക്കാനുള്ള കാരണം. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നടന്നു, അതേ റേഞ്ചിലോട്ട് വന്നു റീടെസ്റ്റ് ചെയ്യുന്ന ഒരു ലെവല്, കൂടാതെ 50 EMA സപ്പോർട്ട് എടുക്കുന്ന ഒരു ഇത്. അപ്പോൾ 2 പ്രോബബിലിറ്റിയാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ
പറഞ്ഞത്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ റേഞ്ചൊക്കെ ഉണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് 2 പ്രാവശ്യം ഇതിൻ്റെ മേലോട്ട് പോയിട്ടുണ്ട്. ഈ 50 EMA വന്നു, ടച്ച് ചെയ്ത് മേലോട്ട് പോയി, വീണ്ടും 50 EMA ടച്ച് ചെയ്തിട്ടാണ് നല്ല രീതിയിൽ മേലോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ വീണ്ടും ആ റേഞ്ചിലോട്ട് വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് പറഞ്ഞ പോലെ നോക്കാവുന്നതാണ്. അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. ഒരു സ്റ്റോക്ക് കൂടി നമുക്ക് നോക്കിയിട്ട് പോവാം. ഈ ഒരു സ്റ്റോക്ക് ബ്ലൂ സ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ഇത് റീസെൻ്റ് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. കഴിഞ്ഞ ദിവസം 7% ഒരു ഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നൊരു സ്റ്റോക്കാണ്. ഏകദേശം ഈ ഒരു റെസിസ്റ്റൻസ് നിന്ന് സ്റ്റോക്ക് നല്ല രീതിയിൽ താഴത്തോട്ട് പോയി 556 വരെ പോയി. പക്ഷെ ഇവിടെ നല്ലൊരു റിക്കവറിയാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്ക് തന്നു. ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തന്ന് അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നല്ലൊരു ഫോൾ വന്നു. ഏകദേശം ഈ റേഞ്ച് റീടെസ്റ്റ് ചെയ്തിട്ട് ഇനി മേലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെല്ലിങ് വന്നതും ആ ഒരു ഇതാണ്. നമുക്ക് നോക്കിയാൽ കേട്ടോ, ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഏകദേശം കാണില്ലേ, ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നിന്ന് എടുത്തിട്ടാണ് സ്റ്റോക്ക് താഴത്തോട്ട് വന്നത്. കൂടാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് നമുക്കതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ്. കാരണം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് മേലോട്ട് പോയത്. പല സമയങ്ങളിലും സ്റ്റോക്ക് ഈ റേഞ്ചിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു സെല്ലിങ് വന്നു. കുറച്ച് വീക്കായിട്ട് ആളുകളൊക്കെ ഈ ഭാഗത്തു നിന്ന് സെല്ല് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റോക്ക് മേലോട്ട് പോകും. പക്ഷേ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ റിക്കവർ ആവില്ല. ഒരു ഡബിൾ ബോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നമ്മൾ ചാടിക്കേറി എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ റേഞ്ചിൽ നിന്നൊക്കെ ഒരു ചെറിയ ഡോജി ക്യാൻഡിൽസോ അങ്ങനെ ചെറിയ ക്യാൻഡിൽസൊക്കെ ഫോം ആയിട്ട് റിവേഴ്സിൽ വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നമുക്ക് ടാർഗറ്റും വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് സ്റ്റോക്കിൽ. ഇതൊരു ഗ്രീൻ ലൈൻ മാർക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 681 സ്റ്റോപ്പ് ലോസും ടാർഗറ്റായിട്ട് ഒരു 795 ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. പക്ഷേ എൻട്രി പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ SK ട്രേഡിംഗ് സോൺ എന്ന് പറഞ്ഞ ചാനലിലോട്ട് പോകും. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത് വയ്ക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഇങ്ങനെ എൻട്രി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം നമുക്ക് ചില ആളുകൾക്ക് ഈ റിവേഴ്സലാണോ അതോ ബ്രേക്ക് ഡൗൺ ആണോ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ചിലപ്പോൾ ചെറിയ ക്യാൻഡിൽസ് വന്നിട്ട് ചിലപ്പോൾ താഴത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിവേഴ്സിൽ കൺഫേം ആയതിനു ശേഷം മാത്രം എൻട്രി എടുത്താൽ മതി. അതെല്ലാം ഇവിടുന്ന് താഴത്തോട്ട് പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എൻട്രി ഇല്ല. കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിലും ആ ഒരു ബൈയിങ് വോളിയത്തിൻ്റെ അത്ര സെല്ലിങ് വോളിയം വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒരു നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാടിക്കേറിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ടെക്നിക്കലൊക്കെ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വീഡിയോസ് കുറച്ച് ലെങ്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാണാവുന്നതാണ്. കാരണം നമ്മൾ പറയുമ്പോൾ സ്ലോ ആയിട്ടായിരിക്കും. നമ്മളിത് എവിടെയും നോക്കിയിട്ട് വായിക്കുന്നതല്ല. കറക്റ്റായിട്ട് ഈ ചാർട്ടുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയാറുണ്ട് ചോദിച്ചപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്പീഡായിട്ട് കാണാം സ്ലോ ആണെങ്കിൽ. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ ജോയിൻ ചെയ്ത് വയ്ക്കുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്